ഹായ്, ഞാൻ ഡോക്ടർ അമ്മാർ അബ്ദുള്ള. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചൂടുകുരുവിനെ കുറിച്ചാണ്. ഈ ചൂടുകാലത്ത് ഒട്ടുമിക്ക കുട്ടികളും മുതിർന്ന ആളുകൾക്കും ചൂടുകുരു വരുന്നുണ്ട്. അതായത് ഇതുവരെ ചൂടുകുരു വരാത്ത കുട്ടികൾക്കടക്കം ഈ പ്രാവശ്യം ചൂടുകുരു വരുന്നുണ്ട്, അതിന് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഈ ചൂടുകുരു അതായത് പ്രിക്ലി ഹീറ്റ് വരുന്നത് നമ്മുടെ ശരീരത്തിലെ വിയർപ്പ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പ് ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് ഒഴുകാതെ തടസ്സം നേരിടുമ്പോഴാണ് നമുക്ക് ചൂടുകുരു വരുന്നത്. അപ്പോൾ ഈ ചൂടുകുരു വരാതിരിക്കാൻ, അതുപോലെ തന്നെ ചൂടുകുരു ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ വേനൽക്കാലത്ത്. രണ്ടാമത്, നിങ്ങളിടുന്ന വസ്ത്രമാണ്, അത് ഇറുകിയ പോളിസ്റ്ററിൻ്റെ അതുപോലെ തന്നെ കറുത്ത നിറമുള്ള വസ്ത്രം ധരിക്കാതെ വളരെ ലൂസായിട്ടുള്ള കോട്ടൻ്റെ ലൈറ്റ് നിറമുള്ള വസ്ത്രം ധരിക്കുക. നമ്മൾ ഇറുകിയ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ചൂടനുഭവപ്പെടും, വിയർപ്പ് ഉൽപ്പാദിപ്പിക്കും. അതുപോലെ തന്നെ വിയർപ്പ് കെട്ടി നിന്ന് നമുക്ക് ചൂടുകുരു വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത്, നമ്മൾ കൂടുതലായിട്ട് വെയിൽ കൊള്ളരുത്, പ്രത്യേകിച്ച് 10 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ. ഇനി വെയിലത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ശരീരം മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുക, തൊപ്പിയിടുക, അതുപോലെ തന്നെ കുട ചൂടുക. അതുപോലെ പുറത്ത് വെയിലത്ത് ജോലി ചെയ്യുന്നവർ, ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ സൺസ്ക്രീന് നിർബന്ധമായിട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ചൂട് കാലത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് കൂടുതലായിട്ട് ഇലക്കറിയും പച്ചക്കറിയും ഫ്രൂട്ട്സും സാലഡ്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ നമ്മൾ കൂടുതൽ ജങ്ക് ഫുഡ്, ഓയിലി ഫുഡ്, ഫാസ്റ്റ് ഫുഡൊക്കെ പരമാവധി കുറക്കുക. പലരുടെയും ഒരു സംശയമാണ് ചൂടുകുരുവിന് പൗഡർ ഇടാൻ പറ്റുമോ എന്നുള്ളത്. പരമാവധി നിങ്ങൾ ചൂടുകുരുവിന് പൗഡർ ഇടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പറഞ്ഞു, ചൂടുകുരു വിയർപ്പ് പുറത്തേക്ക് ഒഴുകാതെ തടസ്സം നേരിടുമ്പോഴാണ് ചൂടുകുരു വരുന്നത്, അതിന് ഇൻഫെക്ഷനൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ ഈ വിയർപ്പിനെ പുറത്തേക്ക് ഒഴുകാനും വിടാതെ ചൂടുകുരു കൂടാനും അത് ഇൻഫെക്ഷൻ വരാനും സാധ്യത ഉള്ളതാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നഖം വെട്ടിക്കൊടുക്കുക. കാരണം ഈ ചൂടുകുരു ചൊറിഞ്ഞാൽ അതിൽ ഇൻഫെക്ഷൻ വരും. ആ ഇൻഫെക്ഷനുള്ള ചൂടുകുരു മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പകരാനും സാധ്യതയുണ്ട്. അതുപോലെ നല്ല വെയിലുള്ള സമയത്ത് കുട്ടികളെ പുറത്തേക്ക് കളിക്കാൻ വിടാതിരിക്കുക. അതുപോലെ കുട്ടികൾക്ക് ശരീരം 2 തവണയെങ്കിലും മേല് കഴുകി കൊടുക്കുക. ചൂടുകുരു ഉള്ള ആൾക്കാർ ഒരു ദിവസം 2 നേരമെങ്കിലും കുളിക്കാൻ ശ്രമിക്കുക. അതുപോലെ ചെറിയ കുട്ടികൾക്ക് ചൂടുകുരു ഉണ്ടെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് ശരീരം തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ചൂടുകുരുവുമായി ബന്ധപ്പെട്ട ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നന്ദി.